ഹായ്, നമുക്ക് ഇപ്പി നൂഡിൽസ് ഉണ്ടാക്കാം. അതിന് ഒരു കപ്പിലേക്ക് എത്ര ഇത് ആവശ്യമുണ്ട്, നൂഡിൽസ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് അടച്ച് മാറ്റി വയ്ക്കാം. 2 മിനിറ്റ് അത് അവിടെ ഇരിക്കട്ടെ. മസാല പുരട്ടിയിട്ടുള്ള ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതൊന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോഴേക്കും നേരത്തെ നമ്മൾ ചൂടുവെള്ളം ഒഴിച്ച് വെച്ചിട്ടുള്ള ആ നൂഡിൽസ് ഒന്ന് ഡ്രൈൻ ചെയ്തെടുക്കാം. പിന്നെ ജസ്റ്റ് എഗ്ഗ് ഒന്ന് നമുക്ക് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇതൊക്കെ എഗ്ഗും ചിക്കനൊക്കെ ഉണ്ടെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിച്ചാൽ മതി, അല്ലെങ്കിൽ വേണമെങ്കിൽ അത് ജസ്റ്റ് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പിന്നെ നമുക്ക് വെജിറ്റബിൾസ് സോർട്ട് ചെയ്യാം. ഞാനിവിടെ സബോളയും ക്യാരറ്റും ക്യാപ്സിക്കും ബീൻസാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാബേജ് ഉണ്ടെങ്കിൽ ക്യാബേജ് യൂസ് ചെയ്യാം, ഫ്രോസൺ ഗ്രീൻ പീസ് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യാം. ഞാനതൊന്നും ഇട്ടിട്ടില്ല. നമുക്ക് വെജിറ്റബിൾസ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഓവർ കുക്കൊന്നും ആവണ്ട, ജസ്റ്റ് ഒന്ന് ഷാലോ ഫ്രൈ ആയാൽ മതി. വെജിറ്റബിൾസ് ഒന്ന് കടിക്കാൻ കിട്ടണം നമുക്ക്, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. ജസ്റ്റ് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ആവശ്യത്തിന് ഉപ്പിട്ടു. പിന്നെ ഇവിടെ എല്ലാവർക്കും സ്പൈസി ഇഷ്ടമാണ്, അത് കാരണം കൊണ്ട് കുറച്ചൊരു മുളക് പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള നൂഡിൽസും ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്യാം. അതേപോലെ തന്നെ ഇതിൻ്റെ മസാലയിൽ ഞങ്ങൾ ഡയറക്റ്റ് ആയിട്ടല്ല ഇവിടെ ചേർക്കാറ്, അതിൽ കുറച്ചൊരു ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞങ്ങൾ ജസ്റ്റ് അതൊന്ന് മിക്സ് ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലത്തെ ആ ക്യാരറ്റും ബീൻസ് പോലത്തെ സാധനമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കുക്കാവും. അതിനൊരു വേറൊരു ടേസ്റ്റ് തന്നെയാണ്. ലാസ്റ്റ് നമ്മുടെ എഗ്ഗും ചിക്കനൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം നന്നായിട്ട്. നമ്മുടെ നൂഡിൽസ് റെഡിയായി. ഇതിവിടെ ഉണ്ടാക്കണ സ്റ്റൈലാണ് ഞങ്ങളിവിടെ വീട്ടിൽ. ഇതിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങളും ചെയ്യൂ കേട്ടോ.